നമസ്തേ ഓൾ, വിജയമന്ത്ര മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ സെറ്റ് എക്സാമിന് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ് ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് മിക്കവാറും ഉണ്ടാവാറുള്ളതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തോഗണൽ ട്രജക്ടറി, ആദ്യം ട്രജക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലൊരു ഫാമിലി ഓഫ് കേഴ്സ് ഉണ്ടെങ്കിൽ അതിലെ ഓരോ മെമ്പറിനെയും കട്ട് ചെയ്യുന്ന ഒരു കർവ്, അതിനെയാണ് നമ്മൾ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫാമിലി ഓഫ് സർക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ y=x എന്ന് പറഞ്ഞ ഒരു ലൈൻ അതിലെ ഓരോ മെമ്പറിനെയും കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. x² + y² = a² എന്ന് പറഞ്ഞ ഫാമിലി ഓഫ് സർക്കിൾ ഉണ്ടെന്ന് വയ്ക്കുക. അതിലെ ഓരോ മെമ്പറിനെയും y=x കട്ട് ചെയ്യുമെന്ന് വയ്ക്കും. അങ്ങനെയെങ്കിൽ y=x എന്ന് പറഞ്ഞ ഒരു ട്രജക്ടറിയാണ്. ഫാമിലി ഓഫ് സർക്കിളിൻ്റെ ട്രജക്ടറി ആയിരിക്കും y=x എന്ന് പറയുന്നത്. ഇനി അത് കട്ട് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ആണെങ്കിലാണ് അത് ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ഓർത്തോഗണൽ ട്രജക്ടറി എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും എക്സാമിന്. അപ്പോൾ അതിനൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരിക്കുമല്ലോ. ആ കോൺസ്റ്റന്റ് ടേമിനെ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്യണം. ആദ്യം എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ dy/dx പകരം -dx/dy വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് കിട്ടുന്ന പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ഓർത്തോഗണൽ ട്രജക്ടറി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ജാനുവരി 2022 ചോദിച്ചൊരു ക്വസ്റ്റനാണ്, ഫൈൻഡ് ദ ഓർത്തോഗണൽ ട്രജക്ടറീസ് ഓഫ് ദ കർവ് xy = c ഈസ്. 4 ഓപ്ഷൻസ്: x² - y² = k, 2x² - y² = k, x² + y² = k, none of this. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് പാരാമീറ്റർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഇവിടുത്തെ പാരാമീറ്റർ എന്താണ്? സി ആണ്. ആ സിയെ ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയണം. എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ dy/dx പകരം -dx/dy വെച്ച് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഇൻ്റഗ്രേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ഓർത്തോഗണൽ ട്രജക്ടറിയുടെ ഇക്വേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. xy=c എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. xy=c, ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഡിഫറൻഷ്യേറ്റ് equation 1 with respect to എക്സിനെ റെസ്പെക്റ്റഡ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, അവിടെ 0 വരും. ഓക്കെ, അതായത് x ഇൻറ്റു dy/dx ഈക്വൽ ടു -y എന്ന് എഴുതാം. അതായത് dy/dx ഈക്വൽ ടു -y/x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷൻ നമുക്ക് കിട്ടി. dy/dx ഈക്വൽ ടു -y/x. അതിന് ഞാൻ സെക്കൻഡ് ഇക്വേഷന് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? ഈ dy/dx പകരം -dx/dy വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് dy/dx ബൈ -dx/dy. -dx/dy വെച്ച് റീപ്ലേസ് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ വരും? ഇവിടെ പകരം എന്ത് കൊടുക്കണം? -dx/dy കൊടുക്കുക. -dx/dy ഈക്വൽ ടു -y/x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പുതിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെയാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ ക്യാൻസൽ ചെയ്തു. സോ ബാക്കി വരുന്ന dx/dy ഈക്വൽ ടു y/x എന്ന് എഴുതാം അല്ലേ? dx/dy ഈക്വൽ ടു y/x എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്താണെന്ന് അറിയാലോ? നമ്മുടെ ഇക്വേഷൻ്റെ ഒരു സൈഡിൽ എക്സിൻ്റെ ടേമിന് എഴുതുക, രണ്ടാമത്തെ സൈഡിൽ മറ്റേ സൈഡിൽ വൈയുടെ ടേംസിന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആ രീതിയിലേക്ക് മാറ്റി എഴുതാം. സോ x ഇൻറ്റു dx ഈക്വൽ ടു y ഇൻറ്റു dy അല്ലേ? ഇപ്പോൾ രണ്ട് സൈഡിലും വേരിയബിൾ സെപ്പറബിൾ ഫോമുകളാണ്. സെപ്പറേറ്റ് ചെയ്തു, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ് അല്ലേ? ഇൻ്റഗ്രൽ x/dx ഈക്വൽ ടു ഇൻ്റഗ്രൽ y/dy. ഓക്കെ, ഇൻ്റഗ്രൽ x/dx ഈക്വൽ ടു ഇൻ്റഗ്രൽ y/dy. എന്താണ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ? എന്താ? x² / 2 ആണ്. അതുപോലെ y-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ y² /
2. പിന്നെ എന്തോടെ എഴുതണം? കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൂടി എഴുതണം. നമുക്ക് ഓൾറെഡി നമ്മൾ സി ഉപയോഗിച്ച കാരണം സിക്ക് ഞാനൊരു ചേഞ്ച് കൊടുത്ത് സി സ്റ്റാറിന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ x² / 2 = y² / 2 പ്ലസ് സി സ്റ്റാർ. ഞാൻ ഈ y² / 2 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. x² / 2 മൈനസ് y² / 2 = സി സ്റ്റാർ. ദാറ്റ് ഈസ് ഇത് എൽ സി എടുക്കുകയാണ്. എൽ സി എടുക്കുമ്പോൾ x² മൈനസ് y² = 2c സ്റ്റാർ. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈ അടിയിൽ വരുന്ന 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2c സ്റ്റാറിന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ 2c സ്റ്റാറിന് പകരം വേറൊരു കോൺസ്റ്റന്റ് നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ ഓപ്ഷൻസിൽ എല്ലാം k വെച്ച് തന്നേനെ, അതുകൊണ്ട് ഞാൻ k വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. സോ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? x² മൈനസ് y² = സം k എന്ന് കൊടുത്തു. ഓക്കെ, സം k എന്ന് കൊടുത്തു. അപ്പോൾ x² മൈനസ് y² = k. ഇതാണ് നമ്മുടെ ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കേ, റൈറ്റ് സൈഡിൽ എല്ലാം k ആയതുകൊണ്ടാണ് അവിടെ റീപ്ലേസ് ചെയ്ത് k എന്ന് കൊടുത്തത്. ഏത് ഓപ്ഷനാണ്? x² മൈനസ് y² = k എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓർത്തോഗണൽ ട്രജക്ടറി കാണാൻ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന കർവിനെ നമ്മൾ എഴുതി, അതിൽ നിന്നും ആ വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്തു, സി എന്നുള്ള വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്തു, അതിനുവേണ്ടി ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമായിരുന്നു. ഓക്കെ, എന്നിട്ട് dy/dx പകരം നമ്മൾ എന്ത് കൊടുത്തു? dx/dy മൈനസ് dx/dy വെച്ച് റീപ്ലേസ് ചെയ്തു. മറന്നു പോയത്, dy/dx പകരം മൈനസ് dx/dy വെച്ച് റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂലൈ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഓർത്തോഗണൽ ട്രജക്ടറീസ് ഓഫ് ദ ഫാമിലി ഓഫ് കർവ്സ് y = ax². ഓപ്ഷൻസ് x² + y² = a², x² മൈനസ് 2y² = c, x² + 2y² = c, then none of these. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. y = ax² ആണ് തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കർവ് എന്ന് പറഞ്ഞത്. സോ y = ax². ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അതെന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതിനെ a നമുക്ക് കളയണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ dy/dx വരും. dy/dx = റൈറ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം x²-ൻ്റേത് 2x വരും, കോൺസ്റ്റന്റ് അതിൻ്റെ ഒപ്പം വരും. അപ്പോൾ 2ax എന്ന് വരും. അപ്പോഴും a എലിമിനേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് a വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എക്ക് പകരം എന്ത് കൊടുക്കണം? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എയുടെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഫ്രം ഇക്വേഷൻ 1 എയുടെ വാല്യൂ എന്താ? a = y/x² എന്ന് എഴുതാം അല്ലേ? y/x² കൊണ്ടുവന്ന് ഇവിടെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ dy/dx = 2ax എന്നാണ്. അപ്പോൾ 2 × y/x² × x, അതായത് x ക്യാൻസൽ ചെയ്ത് പോയാൽ 2y/x എന്ന് എഴുതാം അല്ലേ? നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? dy/dx = 2y/x എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ വേരിയബിൾ പോയല്ലോ, നമ്മുടെ കോൺസ്റ്റന്റ് ടൈം പോയല്ലോ ഇവിടെ നിന്ന്. അപ്പോൾ dy/dx = 2y/x എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഇതിൽ dy/dx പകരം മൈനസ് dx/dy വെച്ച് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് dy/dx ബൈ മൈനസ് dx/dy. റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? മൈനസ് dx/dy = 2y/x എന്ന് കിട്ടും. ഓക്കെ, മൈനസ് dx/dy = 2y/x എന്ന് കിട്ടി. ഇനി വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x × അപ്പോൾ മൈനസ് x dx = 2y × dy. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓൺ integrating both sides we get integral minus x dx = integral 2y dy എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -x² / 2
റൈറ്റ് സൈഡിൽ 2y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2 കോൺസ്റ്റൻറ്റ് വൈഡ് ചെയ്ത് y² 2 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ കൊടുക്കുക C*. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക, ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. ഇത് രണ്ടും ക്യാൻസൽ ആയി പൊക്കോളും. -x² 2 അല്ലെങ്കിൽ അങ്ങനെ തന്നെ -2y² 2 = C*. ഓക്കെ, ഇവിടെ LCM എടുത്താൽ 2 കോമൺ ആണ്. എന്നിട്ട് ഈ 2നെ ഇവിടെ ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -x² - 2y² = 2C*. ഓക്കെ, -x² - 2y² = 2C* എന്ന് കിട്ടി. നോക്കി നമ്മുടെ ഓപ്ഷൻ നോക്കുക. x² + y² = a² ആണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ x² - 2y² = C എന്നുണ്ട്. അടുത്തത് x² + y² = C എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 2 നെഗറ്റീവ് കോമൺ ആണല്ലേ. അപ്പോൾ മൊത്തം ഇക്വേഷനെ മൊത്തമായിട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x² + 2y² = -2C* എന്ന് വരും. ഈ -2C* എന്നൊരു കോൺസ്റ്റന്റ് അല്ലേ, അതിന് പകരം നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് ഫ്രം C എന്നുള്ളത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ, ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. x² + y² = C, x² + 2y² = C ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ്, x² + 2y² = C. ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തോഗണൽ ട്രജക്ടറി കാണാൻ ഇപ്പോൾ ജൂലൈ 2022 ചോദിച്ചു, ജാനുവരി 2022 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, പഠിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, സെറ്റ് ആസ്പിറൻസ് ആയ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.